ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. പ്രിയമുള്ളവരെ, കേരളത്തിന് ഒരു നവോത്ഥാനം ആവശ്യമാണ്. രാഷ്ട്രീയ മണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലുമൊക്കെ ഒരു ഉണർവ് തീർച്ചയായിട്ടും ആവശ്യമാണ്. 14, 15, 16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ഈ സാംസ്കാരിക ധ്രുവീകരണം കൊണ്ട് അവിടെയും ഒരു നവോത്ഥാനം ആവശ്യമായി വന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഒരു നവോത്ഥാനം ഉണ്ടാവുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ പൂർണ്ണതയിലെത്തിയ നവോത്ഥാനം ലോക ചരിത്രത്തെ സംബന്ധിച്ച് സുപ്രധാനമായൊരു നാഴികക്കല്ലായിരുന്നു. ഫ്രഞ്ച് ഭാഷയിൽ റിനൈസൻസ് എന്ന പദം നവോത്ഥാനം എന്ന അർത്ഥത്തോടു കൂടി ഉണ്ടാവുകയും ആ രാജ്യത്ത് നവോത്ഥാനത്തിൻ്റെ വലിയ നാന്ദികൾ കുറിക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് യൂറോപ്പ് ഉണർന്നു. ഇപ്പോൾ സാംസ്കാരികമായും സാമ്പത്തികമായും വലിയ മെച്ചമാണ്. ഏഷ്യയിലെ അനേകം രാജ്യങ്ങളിലും സാംസ്കാരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണ്. ഇത്രയും പറഞ്ഞത് ഒരു ബൈബിൾ പ്രഭാഷകനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. ആ മനുഷ്യൻ ബൈബിൾ പ്രഭാഷണം ചെയ്യുന്നതിനുള്ള ഒരു അടിത്തറ പാകി വരികയാണ്. ഇത്തരത്തിലുള്ളൊരു നവോത്ഥാനം ആത്മീയ ജീവിതത്തിലും ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1960-കൾക്ക് ശേഷം ആത്മീയ ജീവിതത്തിൽ ഒരു നവോത്ഥാനമുണ്ടായി. അത് കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയും. കൂടുതൽ വചനങ്ങൾ പറഞ്ഞുകൊണ്ടും പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ടും തൃശ്ശൂർ ജില്ലയിലെ പോട്ട ഡിവൈൻ ധ്യാന മന്ദിരങ്ങളിൽ ചില വൈദികരോ അവൈദികരോ ആയ ആളുകൾ വചനത്തിലേക്ക് നല്ലപോലെ അടുത്തുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. ഇത് കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു നവോത്ഥാനമായിരുന്നു. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് നവീകരണം എന്ന ഒരു വിശുദ്ധ നവീകരണം പുനലൂർ വഴിയും തിരുവല്ല വഴിയുമൊക്കെ ഉണ്ടായി. അതിൽ നിന്നുമാണ് IPCയും AGയും ചർച്ച് ഓഫ് ഗോഡും ഒക്കെ ക്രമത്തിൽ വളർന്നു വന്നത്. ഈ സംഭവം കേരളത്തിലെ പൗരോഹിത്യത്തിൻ്റെ അവരുടെ ഒരു ആധികാരികതയെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് ആയിരുന്നു. പുരോഹിതന്മാർ എപ്പോഴും അവരുടെ പള്ളി, അവരുടെ പള്ളിക്കൂടം, അവരുടെ ആളുകൾ എന്ന് പറയുന്ന വിധത്തിൽ അവരുടെ കുർബാന, അവരുടെ പെരുന്നാളുകൾ, നിങ്ങൾ ജനങ്ങളെല്ലാം ഇതെല്ലാം കണ്ടും കേട്ടും മര്യാദയ്ക്ക് കഴിഞ്ഞോണം എന്ന വിധത്തിലായിരുന്നു ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ പെന്തിക്കോസ്ത് നവീകരണം കേരളത്തിൽ പല സ്ഥലത്തും പടർന്ന് വളർന്ന് പന്തലിച്ചതോടുകൂടി പൗരോഹിത്യ മതങ്ങൾ ക്രമത്തിൽ വിശുദ്ധ വേദപുസ്തക സത്യങ്ങളിലേക്ക് അടുക്കുവാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ കരിസ്മാറ്റിക് നവീകരണവും ഒക്കെ ഉണ്ടായത് ഇതിന് ശേഷമാണ്. ഇപ്പോൾ ഞാനിത് പറഞ്ഞത് പെന്തക്കോസ്ത് നവീകരണത്തിനും വചനാധിഷ്ഠിതമായ സ്വത്വം തേടുന്ന സ്വഭാവം പഴയ നിയമത്തോട് ചേർന്ന് അങ്ങനെ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ന്യൂ ജനറേഷൻ ചർച്ചുകൾ കേരളത്തിൽ അവിടെ ഇവിടെയായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ ന്യൂ ജനറേഷൻ ചർച്ചുകൾ ഉയർത്തിപ്പിടിക്കുന്ന പുതിയ നിയമത്തോട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും ഊതിവീഴ്ത്തലും അതുപോലെയുള്ള വചനാധിഷ്ഠിതമല്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ ന്യൂ ജനറേഷൻ ചർച്ചുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ന്യൂ ജനറേഷൻ ചർച്ചുകൾ പെന്തിക്കോസ്ത്
നേതൃത്വത്തെ ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചക്കോട് പോലെയുള്ള യഥാർത്ഥ പെന്തിക്കോസ്ത് ചർച്ചകൾ പുതിയ നിയമത്തിലേക്ക് വരാതെ താഴ്ന്ന് അവരുടേതായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ നിയോ പെന്തിക്കോസ്ത് പ്രസ്ഥാനങ്ങളെയും കുറ്റപ്പെടുത്തുകയും വഴക്കടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഇതുപോലെയുള്ള ചില സംഭവങ്ങളുണ്ടപ്പോൾ, അതായത് കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ പ്രതിപക്ഷ കക്ഷികളെന്നോ ഭരണകക്ഷി കക്ഷികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹളം വെച്ചപ്പോൾ എന്നതുപോലെ ഇന്ന് യേശുക്രിസ്തുവിലേക്ക് വന്ന് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുന്ന വിവിധ സഭകൾ തമ്മിൽ പലപ്പോഴായി പല ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്രം കുറച്ചുകൂടെ പഴയതിലേക്ക് പോയാൽ AD 300 നമ്മൾ വരും. AD 300 ശേഷം മിലാൻ വിളംബരത്തോടെ AD 10, 11, 12 കാലഘട്ടങ്ങളിലാണ് മിലാൻ വിളംബരമുണ്ടായത്. AD 30 ക്രിസ്തുയേശു കൊല്ലപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. 30 ശേഷം AD 300 വരെയുള്ള ഏകദേശം 270 വർഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മരണത്തിനും അടക്കത്തിനും ഉത്ഥാനത്തിനും ശേഷം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഭയിൽ പത്രോസാദികൾ സുന്ദരമായി പ്രഭാഷണങ്ങൾ നടത്തുകയും 3000 പേരെയും അതുപോലെ ഒത്തിരി പേരെയും സ്നാനപ്പെടുത്തുകയും വലിയ രോഗശാന്തികളും വലിയ കൃപാവരങ്ങളും വാരി വിതറിക്കൊണ്ട് ആദിമ ക്രൈസ്തവ സഭയുടെ ഉണ്മ എന്താണെന്ന് AD 30 ശേഷം 300 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ കാണിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ അനേകം ചക്രവർത്തിമാർ ദൈവങ്ങളാണെന്ന് സ്വയം ഭാവിച്ച വലേറിയൻ തുടങ്ങിയ ചക്രവർത്തിമാർ, കോൺസ്റ്റന്റൈന് മുമ്പുള്ള ചക്രവർത്തിമാർ, അവരെല്ലാവരും അവരാണ് ദൈവം എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരാണ് ദൈവം, അവരെ ആരാധിക്കണം എന്ന വിധത്തിൽ അവർ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ധീരതയോടുകൂടി കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ അനേകം പത്രോസുമാരും അനേകം പൗലോസുമാരും മരണത്തെ മറികടന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി വേണ്ടതുപോലെയെല്ലാം ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അവരിൽ ഒത്തിരി പേർ കൊല്ലപ്പെടുകയും വേദനിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥത്തിൽ ഇറങ്ങിയ ഒത്തിരി പേർ വേദനിക്കുകയും മറ്റും ചെയ്തോടുകൂടി ഉണ്ടായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുണ്ടായ സഭയാണ് പിന്നീട് കത്തോലിക്ക സഭ എന്നറിയാൻ തുടങ്ങിയത്. അതിൽ മെത്രാന്മാർ വന്നു, വൈദികരുണ്ടായി. പക്ഷെ അതൊന്നും ബൈബിൾ ഫാക്ടേഴ്സ് കൊണ്ട് നിറഞ്ഞതല്ലായിരുന്നു. ബൈബിൾ സത്യങ്ങളെ മുറുകെ പിടിക്കാതെയാണ് ആ മതങ്ങളെല്ലാം ഉണ്ടായത്. അവർ തന്നെയും പാശ്ചാത്യ ശീഷ്മ എന്ന ഒരു തത്വം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പന്മാരുടെ കീഴിൽ ഒരുപക്ഷെ 2 മാർപ്പാപ്പന്മാർ പരസ്പരം വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ശപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉർബൻ 6 മാർപ്പാപ്പ ക്ലെമൻ്റ് 7 മാർപ്പാപ്പയെ മഹറോൻ ചൊല്ലുകയും മറ്റും ചെയ്തു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷം ഭരണകക്ഷിയെയും ഭരണകക്ഷി പ്രതിപക്ഷത്തെയും അന്യോന്യം ഖോ വിളിച്ചതും ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഈ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള അതേ സംഭവങ്ങൾ ഉണ്ടായ സഭകളിലും ഉണ്ടായി എന്ന് ഞാൻ പറയുകയായിരുന്നു. ഉർബൻ 6 മാർപ്പാപ്പ ക്ലെമൻ്റ് 7 മാർപ്പാപ്പയെ മഹറോൻ ചൊല്ലി എന്ന് പറഞ്ഞാൽ സഭാ ശുശ്രൂഷ മുടക്കി എന്നാണ് അർത്ഥം. തിരിച്ച് ക്ലെമൻ്റ് 7 മാർപ്പാപ്പ ഉർബൻ 6 മാർപ്പാപ്പയെ മഹറോൻ ചൊല്ലി അഥവാ മുടക്കി. ഇങ്ങനെ ആദിമസഭ വഴക്കിൻ്റെയും ബഹളത്തിൻ്റെയും പാപ്പ ആധിപത്യത്തിൻ്റെയും മുമ്പിൽ ദൈവവചനത്തിന് യാതൊരു വിധത്തിലുള്ള ശാശ്വതത്വം കൊടുക്കാതെ വഴക്കടിച്ച് മുന്നോറുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ
വിശുദ്ധ വേദപുസ്തകം വായിക്കുകയോ അതിൻ്റെ സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആഗ്രഹിക്കുകയോ ചെയ്തില്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ ശീഷ്മ എക്കാലവും ഒരു അപമാനമായി തുടർന്നു. സഭയിൽ ഒരേ സമയം 2 മാർപ്പാപ്പമാർ വാഴുക എന്നത് ഭിന്നതയ്ക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന് കണ്ടു. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിരവധി ബുദ്ധിജീവികളും ദൈവശാസ്ത്രജ്ഞന്മാരും അവരുടേതായ ബുദ്ധികളും ദൈവശാസ്ത്രവുമായിട്ട് രംഗത്ത് വരികയും ഒരു മാർപ്പാപ്പ മതിയെന്ന് ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ജനം ഇത് പഠിച്ചെങ്കിലും ജനങ്ങളാരും പരിശുദ്ധാത്മാവിലേക്ക് വളരുകയോ ദൈവവചനത്തിലേക്ക് വരികയോ ചെയ്തില്ല. പരിശുദ്ധാത്മാവിൽ നിറയാതെ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. യഹോവയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നവീകരണ പ്രവർത്തനങ്ങൾ വചനം പഠിച്ചും പാടിയും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിൽ നിറയാനുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ക്രിസ്തു അനുഭവം ഉണ്ടാകും, അഥവാ യഹോവ അനുഭവം ഉണ്ടാകും. അഥവാ പിതാവിൻ്റെ ആളത്വവും പുത്രൻ്റെ ആളത്വവും പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ചേർന്ന ത്രിയേക ദൈവത്വം എന്ന ദൈവാനുഭവം നമുക്കുണ്ടാകും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ ഒത്തിരി ആളുകൾ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് വചനത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു. വചനത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചവരിൽ ചിലരുടെ കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. AD 1324 1384 ഇടയ്ക്ക് ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ ജോൺ വിക്ലിഫ് ജനങ്ങൾ വചനത്തിലേക്ക് വരുവാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം പ്രഗത്ഭനായൊരു പ്രഭാഷകനും ദാർശനികനും നവീകരണവാദിയും ബൈബിൾ പണ്ഡിതനുമായിരുന്നു ജോൺ വിക്ലിഫ്. ഇദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ അഭിമാനമായി ആ കാലഘട്ടത്തിൽ പെരുമാറി. അദ്ദേഹം മാർപ്പാപ്പായുടെ ഏകാധിപത്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തു. കുർബാനയിലെ വസ്തുമാറ്റ ഉപദേശം, ട്രാൻസ്സബ്സ്റ്റാൻഡിയേഷൻ എന്ന വസ്തുമാറ്റ ഉപദേശം തെറ്റാണെന്ന് അദ്ദേഹം ജനത്തെ പഠിപ്പിക്കുകയും സഭാധികാരികളല്ല, സഭയുടെ അധികാരി യേശുവാണെന്ന് ജോൺ വിക്ലിഫ് ദൈവജനത്തെ നല്ലവണ്ണം പഠിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടം നല്ല നവീകരണത്തിലേക്ക് വന്നു. AD 1383 സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷയ്ക്ക് ജോൺ വിക്ലിഫ് ആരംഭം കുറിച്ചു. ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും പിന്നീടുണ്ടായ ലത്തീൻ ഭാഷയിലും ലോകപ്രസിദ്ധമായ ഇംഗ്ലീഷ് ഭാഷയിലുമൊക്കെ മാത്രം ഉണ്ടായിരുന്ന വിശുദ്ധ വേദപുസ്തകം AD 1380 ഭാഷാന്തരം ചെയ്ത് ബൈബിളാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രമാണ ഗ്രന്ഥം എന്ന ഒരു ധാരണ എല്ലാവരിലും വരുത്തുകയും ചെയ്തു. ജോൺ വിക്ലിഫിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പക്ഷേ ആ കാലഘട്ടത്തിന് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. ജോൺ വിക്ലിഫിനെ ജീവനോടെ ദഹിപ്പിക്കുവാൻ കഴിയാതെ പോയി അന്നത്തെ സഭാധികാരികൾക്ക്. അവരെ അത് അസ്വസ്ഥമാക്കി. 31 വർഷത്തിന് ശേഷം ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് 1415 കോൺസ്റ്റന്റൈൻ സൂനകദോസിൽ വിക്ലിഫിനെ പ്രതീകാത്മകമായി വിചാരണ ചെയ്യുകയും മരിച്ചുപോയ അദ്ദേഹത്തെ പ്രതീകാത്മകമായി വിചാരണ ചെയ്യുകയും വിക്ലിഫിൻ്റെ 45 പഠനങ്ങളെ കത്തോലിക്ക സഭ ശപിച്ച് തള്ളുകയും ചെയ്തു. ഞാനിത് പറഞ്ഞത് രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും ഉണ്ടാകുന്ന നവീകരണ ശ്രമങ്ങളെ പലപ്പോഴും പലരും എതിർക്കും. പക്ഷെ പിശാച് അതിന് ആ സമയത്ത് കൂട്ടുനിൽക്കുന്നില്ല. അവൻ്റെ ശ്രമം മുഴുവനും സഭയിലെ നവീകരണങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. ജോൺ വിക്ലിഫ് വിശുദ്ധ വേദപുസ്തക പഠനത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അന്നത്തെ പൗരോഹിത്യ മതമായ കത്തോലിക്ക സഭയ്ക്ക് ഇഷ്ടപ്പെടാതെ പോവുകയും അദ്ദേഹത്തിൻ്റെ ശവകുടീരം പൊളിച്ച് അസ്ഥികളെടുത്ത് ദഹിപ്പിച്ച് കളയുവാൻ ഇടയാവുകയും ചെയ്തുകൊണ്ട് വചനത്തോട് എതിർക്കുന്ന ഒരു സ്വഭാവം എന്നും ഉണ്ടാകത്തക്കവണ്ണം അന്നേ ആരംഭിച്ചു. അത് ഞാൻ ചുരുക്കി. ഇനി ഞാൻ ചുരുക്കി തന്നെ പറയാൻ പോകുന്നത് AD 1372 മുതൽ
1415 വരെ ഇവിടെ ഉണ്ടായിരുന്ന ജോൺ ഹസ്സിനെ കുറിച്ചാണ്. അദ്ദേഹവും നവീകരണത്തിന് വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ യൂറോപ്പിൽ നടത്തുകയുണ്ടായി. അദ്ദേഹവും വിശുദ്ധ വേദപുസ്തകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം ത്രിത്വമാണെന്നും ത്രിയേക ദൈവത്തിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി നമ്മൾ നിന്നാൽ, യേശുവിനെ രക്ഷിതാവും ചക്രവർത്തിയുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി നമ്മൾ നിന്നാൽ നമുക്ക് നിത്യത കിട്ടുമെന്ന് അദ്ദേഹവും പഠിപ്പിച്ചു. പക്ഷേ ജോൺ ഹസ്സിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെയും ആ കാലഘട്ടത്തിലെ മതങ്ങൾ തള്ളിക്കളഞ്ഞു. സൂനകദോസുകൾ കൂടെ കൂടി ജോൺ ഹസ്സിനെയും ആ കാലഘട്ടം പാപ്പാധിപത്യം എതിർക്കുവാൻ തുടങ്ങി. കുറേ നാളുകൾ കഴിഞ്ഞു. ജോൺ ഹസ്സിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ജനഹൃദയങ്ങളിൽ ലബ്ധപ്രതിഷ്ഠമായി വിശുദ്ധരായ വ്രതന്മാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ. കാലം മുന്നോട്ട് പോയി. സാവാനറോള എന്നോ സാവോനാറോള എന്നോ പറയുന്ന ഒരു നവീകരണ കർത്താവ് രംഗത്ത് വന്നു. AD 1452 1498 ഇടയ്ക്ക്. ഇദ്ദേഹവും പാപ്പാധിപത്യത്തിനെതിരെയും കുർബാന ആധിപത്യത്തിനെതിരെയും വ്യാജ വിഗ്രഹ ആധിപത്യത്തിനെതിരെയും ഒക്കെ ശക്തമായി പ്രഘോഷിക്കുവാനും മറ്റും തുടങ്ങി. എന്നാൽ സാവാനറോളയെയും വെട്ടിക്കൊല്ലുന്നിടത്തേക്കാണ്, കുരിശ് തറച്ച് നശിപ്പിക്കുന്നിടത്തേക്കാണ് എങ്ങനെയോ ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർ അതിനാണ് ശ്രമിച്ചത്. ഇങ്ങനെ നവീകരണ ശ്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർട്ടിൻ ലൂതർ രംഗത്ത് വരുന്നത്. മാർട്ടിൻ ലൂതറിൻ്റെ ശ്രമഫലമായിട്ട് നവോത്ഥാനം വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോയി. എങ്കിലും അതിനും പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം വേണ്ട പോലെയെല്ലാം മാർട്ടിൻ ലൂതറിൻ്റെ സാംസ്കാരിക നവോത്ഥാന പ്രവർത്തനങ്ങളെ പിൻചെല്ലുകയല്ല ചെയ്തത്, തകർത്തു വാരുകയാണ് ചെയ്തത്. ഇങ്ങനെ കാലം മുന്നോട്ട് പോയതോടുകൂടി മാർട്ടിൻ ലൂതറിനെ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മീയ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ലബ്ധപ്രതിഷ്ഠമായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മുദ്രാവാക്യം രക്ഷ യേശുക്രിസ്തു വഴി മാത്രമാണ് എന്നാണ്. രക്ഷ യേശുക്രിസ്തു വഴി മാത്രമാണ് എന്ന് പറയുമ്പോൾ കുർബാന, മറിയം, പുണ്യവാളന്മാർ, പെരുന്നാളുകൾ, മരിച്ചടക്ക് മുതലായവയിലൂടെ അല്ല രക്ഷ. ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിൻ്റെ സാന്ത്വനങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കും മാനസാന്തരപ്പെടുന്നവർക്കുമാണ് രക്ഷ എന്നാണ് അർത്ഥം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം സാൽവേഷൻ അഥവാ രക്ഷ നമുക്ക് കിട്ടുന്നത് കൃപയാലാണ് എന്നതാണ്. നമ്മുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നതാണ്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആത്മീയ മുദ്രാവാക്യം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം കൃപ ചൊരിയും. നമുക്ക് ആവശ്യമായ ആത്മീയത ഉണ്ടാകുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ നേർച്ച കാഴ്ചകളും മറ്റുള്ള ഏതെങ്കിലും സാധന സാമഗ്രികൾ ദൈവത്തിന് കൊടുക്കുന്ന പരിപാടികൾ നിർത്തി നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുത്ത് വിശ്വാസത്തിൽ നമ്മൾ നല്ലവണ്ണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നിടത്തേക്കാണ് മാർട്ടിൻ ലൂതർ കൊണ്ടുവന്ന ഈ ആത്മീയ മുദ്രാവാക്യം. രക്ഷ കൃപയാലാണ് എന്നതും നമ്മൾ രക്ഷിക്കപ്പെടുവാൻ വിശ്വാസത്തെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതും ആ കാലഘട്ടത്തിൽ പിശാചിനെതിരെയുള്ള ഒരു വലിയ ബോംബായിരുന്നു. പിശാച് ദുർബലനായി ലോകമത സംസ്കാരങ്ങൾ ഇളകിയാടി. ഈ രക്ഷയുടെ 3-4 മുദ്രാവാക്യങ്ങൾ രക്ഷ വേദപുസ്തകം പഠിച്ചുകൊണ്ടാണ് എന്നതും വേദപുസ്തകത്തിലൂടെ തന്നെ വേണം എന്നതും ആ ബോംബ് കൂടി, ആത്മീയ ബോംബ് കൂടി മാർട്ടിൻ ലൂതർ പൊട്ടിച്ചതോടുകൂടി ലോകത്തിൽ സാംസ്കാരികമായ ധ്രുവീകരണം പോലെ മതാത്മകമായ ഒരു ധ്രുവീകരണം കൂടി ഉണ്ടായി. അന്നത്തെ ലോകപ്രസിദ്ധ കത്തോലിക്ക സഭ പല കഷണങ്ങളായി. തുടർന്ന് ജാക്കബൈറ്റ് മതങ്ങളും ഓർത്തഡോക്സ് മതങ്ങളുമൊക്കെ ഉണ്ടായി. അവരുമൊക്കെ നല്ല രീതിയിലാണ് ഇതിനെ സംഘടിപ്പിച്ച് വന്നതെങ്കിലും അവരും പൗരോഹിത്യത്തിലേക്ക് അടുത്തടുത്ത് ചെന്നു. ജനം അവരുടെ കൂടെയും കൂടി. പിന്നീട് അതും പിളർന്ന് പലയിടത്തായി CSI സഭകളോ CNI സഭകളോ അതുകൂടാതെ മർത്തോമ സഭകളോ ലൂതറൻ സഭകളോ ഒക്കെ ഉണ്ടായി.
പക്ഷെ അതിനൊന്നും ഇവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. കാത്തലിക് ചർച്ച് 100-ലധികം കോടി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതരായി ഇന്നും മുന്നേറുകയാണ്. സിംഗ്ലിയെപ്പോലെയുള്ള ആത്മീയ മഹാരഥന്മാർ നവോത്ഥാനത്തിന് പിന്നെയും നല്ലതുപോലെ ശ്രമിച്ചു എങ്കിലും വിറ്റൻബർഗിലെ വാനമ്പാടിയായ മാർട്ടിൻ ലൂതർ നവീകരണത്തിന് വേണ്ടി പിന്നെയും വല്ലതുമൊക്കെ ചെയ്തു എങ്കിലും അതൊന്നും പെരുങ്കടലിൻ്റെ മുമ്പിൽ ചെറിയ നദിയുടെ ഇഫക്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പേരെന്താ? അമ്മണീന്ന്. എവിടെയാണ് അമ്പിളിയുടെ വീട്? പെരുമ്പാവൂര്. പെരുമ്പാവൂര്. ഈ ഫോൺ നമ്പർ പറയാവോ? അറിയത്തില്ല. ഓർക്കുന്നില്ലല്ലേ? ഇല്ല. ഓക്കെ. നേരത്തെ പെരുമ്പാവൂര് വെച്ച് ഞാനും നിങ്ങളും ഒന്നിച്ച് മക്കളുടെ കാര്യം പ്രാർത്ഥിച്ചു. മക്കൾക്ക് ജോലി കിട്ടാനായിരുന്നോ? അതെ. കുവൈറ്റിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞതുപോലെ കിട്ടിയോ? കിട്ടി. അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഇപ്പൊ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കണം. എൻ്റെ പേര് പ്രമോഷ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ സൂര്യ ടി വിയിൽ സ്ഥിരമായി മുല്ലക്കര സാറിൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു സർക്കാർ ജോലിക്ക് വേണ്ടി ശരിക്കും നന്നായി പ്രാർത്ഥിച്ചു. അത് താമസിയാതെ 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർക്കാർ ജോലി കിട്ടി. ഞാനതിൽ സാറിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ദൈവം എന്നിൽ സാറിലൂടെ പ്രവർത്തിച്ചു. പിന്നെ ഇപ്പോൾ എനിക്ക് വയറ് ഭയങ്കര എരിച്ചിലാണ്, തൂക്കം വല്ലാതെ കുറയുന്നു, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സാറിപ്പോൾ പറയുന്നു എൻ്റെ തൂക്കം 15 ദിവസത്തിനകത്ത് കൂടുമെന്ന് ഞാൻ വളരെ ശക്തിയായി വിശ്വസിക്കുന്നു. 2015 മാർച്ച് 21 പട്ടാമ്പിയിൽ വെച്ചാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. പിന്നെ എൻ്റെ ഫോൺ നമ്പർ 9447413362. റവറന്റ് ദേവസ്യ മുല്ലക്കര സാർ നയിക്കുന്ന ധ്യാനം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതു
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരെ, നാഥനെ വാഴ്ത്തുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ.